നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ജ്യോതിഷപരമായ സംശയങ്ങൾക്കും ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളെപ്പറ്റി അറിയുന്നതിനും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയായ മഹാലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എല്ലാ മാസവും പൗർണമി ദിവസത്തിൽ നടത്തുന്ന ഐശ്വര്യപൂജയിൽ പങ്കുകൊള്ളാൻ നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും വേണ്ടി മഹാലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. നാം എല്ലാവരും സാമ്പത്തിക ഭദ്രത ആഗ്രഹിക്കുന്നവരാണ്. നമ്മളെല്ലാം അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരുമാണ്. എന്നാൽ ഇതിനോടൊപ്പം ഭാഗ്യം കൂടി ഉണ്ടെങ്കിലേ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കൂവെന്നും പലരും ചിന്തിക്കുന്നുണ്ട്. ഭാഗ്യവർദ്ധനവിനായി പല കാര്യങ്ങളും ചെയ്യുന്നവരാണ് നാം. എളുപ്പത്തിൽ പണക്കാരനാകാൻ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴികളിലൊന്നാണ് ലോട്ടറി ഭാഗ്യം. ഈ ജനുവരി മാസം 18-ാം തീയതി ശുക്രൻ ധനുരാശിയിലേക്ക് കടക്കും. ശുക്രൻ്റെ ഈ സംക്രമണത്തിന് ശേഷം ചില നക്ഷത്രക്കാർക്ക് ലോട്ടറി ഭാഗ്യമുള്ളതായി കാണുന്നുണ്ട്. ഈ വർഷം ജനുവരി മാസം 18-ാം തീയതി മുതൽ ഭാഗ്യദേവത കടാക്ഷിക്കാൻ സാധ്യത കൂടുതൽ ഈ 7 നക്ഷത്രക്കാർക്കാണ്. ഇവർ സ്വന്തമായി ലോട്ടറി എടുക്കുന്നതും മറ്റാർക്കെങ്കിലും വേണ്ടി വാങ്ങിക്കുന്നതും നല്ലതാണ്. ഇതിൽ ഒന്നാമതായി വരുന്നത് തിരുവോണം നക്ഷത്രമാണ്. ഇവർ എന്തു തൊട്ടാലും പൊന്നായി മാറുന്ന സമയമാണിത്. ഇവർ ലോട്ടറി എടുത്താൽ ഭാഗ്യം സിദ്ധിക്കാൻ സാധ്യത വളരെയേറെയാണ്. ലോട്ടറി എടുക്കുന്നത് ഇവർക്ക് വേണ്ടിയാണെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടിയാണെങ്കിലും ഭാഗ്യസമ്മാനം പ്രതീക്ഷിക്കാം. അതുപോലെ ഈ വർഷം ഇവരെടുക്കുന്ന ജീവിതത്തിലെ പല നിർണായക തീരുമാനങ്ങളും ഇവരെ വിജയത്തിലേക്ക് എത്തിക്കും. പ്രത്യേകിച്ചും ഓഗസ്റ്റ് മാസം വരെ ഇവർക്ക് വളരെ നല്ല ഒരു സമയമായിരിക്കും. അടുത്ത നക്ഷത്രം ഭരണിയാണ്. ഭാഗ്യദേവത കനിഞ്ഞനുഗ്രഹിക്കാൻ സാധ്യത ഏറെയുള്ള ഒരു നക്ഷത്രമാണിത്. ഭാഗ്യം ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുന്ന ഒരു സമയമാണ് ഇവരുടേത്. ഭാഗ്യവും കഠിനാധ്വാനവും ഒത്തുചേർന്നാൽ ഇവർ അസൂയാവഹമായ ഉയർച്ചയിലെത്തും. ഈ സമയത്ത് ഭാഗ്യം കൂടെ ഉള്ളതിനാൽ ഭരണി നക്ഷത്രക്കാർ ഭാഗ്യം പരീക്ഷിക്കാൻ മടിക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ചും ഏപ്രിൽ, മെയ്, ഓഗസ്റ്റ്, സെപ്റ്റംബർ എന്നീ മാസങ്ങൾ ഇവർക്ക് വളരെ നല്ല ഒരു സമയമായിരിക്കും. ഭാഗ്യം കൂടെ നിൽക്കുന്ന, തൊട്ടതെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന മറ്റൊരു നക്ഷത്രം ഉത്രട്ടാതിയാണ്. ഇവർക്ക് ഈ വർഷം മുഴുവനും ഭാഗ്യം ഏറെയുണ്ട്. അതിനാൽ ലോട്ടറി ഭാഗ്യവും ഇവരെ കടാക്ഷിക്കാൻ സാധ്യതയേറെയാണ്. ഇവരെക്കാൾ മുന്നിൽ നിൽക്കുന്നവരുമായി മത്സരിച്ചാൽ പോലും ഭാഗ്യം ഇവർക്കൊപ്പമുണ്ടാകും. ഇവർക്ക് ഈ വർഷം ഏപ്രിൽ, മെയ്, നവംബർ, ഡിസംബർ എന്നീ മാസങ്ങളിൽ ഭാഗ്യദേവതയുടെ കടാക്ഷം മുഴുവൻ സമയവും ഉണ്ടാവും. കൂടാതെ ഇവർക്ക് ജോലിസ്ഥലത്തും കുടുംബത്തിലും ഇതിൻ്റെ ഗുണഫലങ്ങളും ഉണ്ടാവും. രേവതി നക്ഷത്രക്കാർ ഏത് കാര്യത്തിൽ ഇടപെട്ടാലും മംഗളമാകാൻ പോകുന്ന വർഷമാണിത്. ഇവർ എടുക്കുന്ന ചില തീരുമാനങ്ങൾ തെറ്റാണെന്ന് തോന്നിച്ചാലും മുന്നോട്ടു പോകുമ്പോൾ ഭാഗ്യം കാരണം അത് വിജയകരമാകുന്ന സമയമാണിത്. വിവാഹകാര്യത്തിൽ അനുകൂല തീരുമാനമുണ്ടാകും. ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമാകും. അവിചാരിതമായി ധനലാഭമുണ്ടാകും. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ സ്ഥാപിക്കും. കടം കൊടുത്ത പണം തിരിച്ചു കിട്ടും. ലോട്ടറി ഭാഗ്യം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണിത്. അശ്വതി നക്ഷത്രക്കാർക്ക് രാജയോഗ തുല്യമായ ഫലമായിരിക്കും ലഭിക്കാൻ പോകുന്നത്. ഇവരെ ഭാഗ്യദേവത 2 കൈയും നീട്ടി അനുഗ്രഹം നൽകുന്ന സമയമാണിത്. പ്രത്യേകിച്ച് മെയ്, ജൂൺ, ഓഗസ്റ്റ് എന്നീ മാസങ്ങൾ ഇവർക്ക് വളരെ നല്ല ഒരു സമയമായിരിക്കും. ഈ നാളുകാർ വീട്ടിലുണ്ടെങ്കിൽ ആ വീടിന് മുഴുവനും ഭാഗ്യം വന്നു ചേരും. ധാരാളം യാത്രകൾ ചെയ്യേണ്ടതായി വരും. വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കും. പഴയ വാഹനം മാറ്റി പുതിയത് സ്വന്തമാക്കാൻ സാധിക്കും. കൂടാതെ ലോട്ടറി ഭാഗ്യവും ഈ നക്ഷത്രക്കാർക്ക് കൂട്ടായുണ്ട്. ഇവരെ കൊണ്ട് ലോട്ടറി എടുപ്പിക്കുന്നതും ഗുണമായി വരും. ലോട്ടറി ഭാഗ്യമുള്ള അടുത്ത ഒരു നക്ഷത്രമാണ് പൂയം. സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹം കാരണം ഭാഗ്യം ഇവരെ പെട്ടെന്ന് ഉയർച്ചയിലെത്തിക്കും. പുതിയ സൗഹൃദങ്ങൾ കൊണ്ട് നേട്ടമുണ്ടാകും. പുതിയ ബിസിനസ് ആരംഭിക്കാൻ സാധ്യതയുണ്ട്. ഇവരുടെ വരുമാനം മെച്ചപ്പെടും. പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരും. ഇവരുടെ ജീവിതം വളരെയേറെ ഉയർച്ചയിലെത്താൻ സാധ്യതയുണ്ട്. കൂടാതെ മാർച്ച്, ഏപ്രിൽ, ജൂലൈ എന്നീ മാസങ്ങൾ ഇവർക്ക് വളരെ നല്ല ഒരു സമയമായിരിക്കും. ഭാഗ്യത്തിൻ്റെ ഉച്ചസ്ഥായിയിലെത്താൻ സാധ്യതയുള്ള ഒരു സമയമാണിത്. കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വർഷം സാമ്പത്തികപരമായി വളരെ മികച്ചതായിരിക്കും. ഇവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ജോലിസ്ഥലത്ത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അത് പ്രതിഫലിക്കുകയും ചെയ്യും. ഈ 2024 ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ ലോട്ടറി ഭാഗ്യം നേടാൻ ഇവർക്ക് സാധിക്കും. പ്രത്യേകിച്ച് ഓഗസ്റ്റ്, ഒക്ടോബർ, നവംബർ എന്നീ മാസങ്ങൾ ഇവർക്ക് വളരെ നല്ല ഒരു സമയമായിരിക്കും. ഇവരുടെ വരുമാന സ്രോതസ്സുകൾ വർദ്ധിക്കും. ഈ സമയത്ത് ഇവർ ഏറ്റെടുക്കുന്ന ഏത് ജോലിയിലും ഇവർ വിജയിക്കും. കൂടാതെ ഇവരുടെ ദാമ്പത്യ ജീവിതം സന്തോഷകരവും സുസ്ഥിരവുമായിരിക്കും. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.